ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനേ ഇപ്പോൾ ഇൻസ്റ്റയിലും അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ വൈറലായിട്ടിരിക്കുന്ന ഒരു ഇഡ്ഡലി റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അതായത് പുട്ടുംപൊടി വെച്ചിട്ട് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നല്ല പ്ലസ് നല്ല പഞ്ഞി അങ്ങനെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കഴിച്ചപ്പോഴും നല്ല ഇതുണ്ട് കേട്ടോ. ഞാൻ കഴിച്ചു നോക്കി ഒന്നെടുത്ത് കണ്ട് നല്ല എന്താ പറയുക, സാധാരണ ഇഡ്ഡലി നമ്മൾ പച്ചരി വെച്ചിട്ട് ചെയ്യുന്നതിനെക്കാട്ടിൽ നല്ല ഉഷാറാണ് കേട്ടോ ഈ ഒരു ഇഡ്ഡലി. അപ്പോൾ പുട്ടുംപൊടി പിന്നെ ഏതാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പം എന്തായാലും നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ അങ്ങനെ ഒട്ടിയൊന്നും അതിൻ്റെ അച്ചുണ്ടല്ലോ അതിൽ ഒട്ടൊന്നും ചെയ്യണില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉഴുന്ന് ഞാൻ കുറച്ച് നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 4 മണിക്കൂറൊക്കെ വെള്ളത്തിലിട്ട് വെച്ചാൽ മതിയാവും. പിന്നെ അതിലേക്ക് കുറച്ച് ചോറും കൂടി ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പം ചോറ് റേഷൻ അരിൻ്റെ ചോറാണ്. അരി ഏതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം ഞാൻ നല്ലോണം കേക്കിയൊക്കെ വൃത്തിയാക്കി ഉഴുന്ന് ഇവിടെ വെച്ചിട്ടുണ്ട്. ഉഴുന്ന് ഒരു കണക്കിന് നമ്മൾ ആദ്യം തന്നെ ഉഴുന്ന് കേക്ക് വെള്ളത്തിലിട്ടിക്കണവും നല്ലത്. എന്നിട്ട് പിന്നെ നേരെ എടുത്ത് കണ്ട് അടിച്ചാൽ മതിയാവും കേട്ടോ. അപ്പോൾ ഈ ഒരു അട്ടിപ്പാത്രം ഇതിൽ ആണ് ഞാൻ ചോറ് എടുത്തിട്ടുള്ളത് കേട്ടോ. പുട്ടും പൊടി ഇത് ഞാൻ ആദ്യമായിട്ട് വാങ്ങണ പുട്ടിൻ്റെ പാക്കറ്റാണ് കേട്ടോ. ഈ ഒരു പൊടി ഞാൻ ഇതുവരെ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ ഏതായാലും കൊണ്ടുവന്നപ്പോൾ പുട്ടിടാനല്ല ഫസ്റ്റത്തെ ഭാഗ്യം വന്നത്, ഇഡ്ഡലി ഇടാനാണ് കേട്ടോ. അപ്പോൾ ഏതായാലും ഞാൻ നമ്മളെ ഉഴുന്നൊക്കെ നന്നായിട്ട് ആട്ടിയെടുത്തിട്ടുണ്ട്, ഉഴുന്നും ചോറും. അതിലേക്ക് ഞാൻ പുട്ടും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് കൈ വെച്ച് തന്നെ നന്നായിട്ട് ഇളക്കുന്നുണ്ട്. എന്താ വെച്ചാൽ കയ്യിൽ വെച്ച് ഇതാക്കുമ്പോൾ കട്ട പിടിച്ചതൊന്നും ശരിക്കും അടിയില്ല കേട്ടോ. അപ്പം അങ്ങനെ കൈ വെച്ച് നന്നായിട്ട് കുഴച്ച് കുറച്ച് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ കട്ട കെട്ടിയിട്ട് നിൽക്കണ്ടെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ കുറച്ച് നേരം കുഴച്ച് കൊടുക്കാനൊരു എന്താ പറയുക, ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ എന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ കുറച്ചും കൂടിയൊക്കെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ വീണ്ടും കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം. ഇതിലേക്കൊരു ഈസ്റ്റോ അപ്പസോഡയോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇതിൽ ചേർക്കണില്ല. ഉപ്പും തന്നെ ഞാൻ രാവിലെ ഇട്ട് കൊടുക്കണത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കൈ വെച്ച് കുഴക്കുന്നുണ്ടല്ലോ, അതിൻ്റെ ഒരു ഇതായിരിക്കാം ചിലപ്പോൾ രാവിലെ അത്രക്കും പൊന്തി വരുന്ന പുളിക്കണമൊന്നുമില്ല. നമ്മൾ കൈ തട്ടിയാൽ പുളിക്കുകയൊക്കെ ചെയ്യുമല്ലോ മാവ്. അപ്പോൾ അങ്ങനെയൊന്നുമില്ല. നന്നായിട്ട് തന്നെ പൊന്തി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ. അപ്പോൾ കൈ വെച്ച് നന്നായിട്ട് അതിൻ്റെ കട്ടകളൊക്കെ ഉടച്ച് ചെയ്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, ആദ്യം നമ്മൾ പുട്ടും പൊടി ഒന്ന് നനച്ചിട്ട് അങ്ങനെ ചെയ്താലും മതി. അതിന് കുറച്ച് വെള്ളം ഒഴിച്ചുകൊണ്ട് നനച്ചുകൊണ്ട് ഇതിൽ കൂടെ മിക്സ് ആക്കിയാൽ മതി. അപ്പോൾ ഞാൻ ഈ ഒരു ഇതിലാണ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഞാൻ സ്പൂണിലെടുത്തപ്പോൾ കണ്ടല്ലോ, ആ ഒരു തിക്നെസ്സിലാണ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഞാനിതാ ഇങ്ങനെ അടച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ രാവിലെ തുറന്ന് നോക്കുള്ളൂ. അപ്പം ഇപ്പോൾ അവിടെ നിൽക്കട്ടെ, ഇനി രാവിലെ കാണിച്ചു തരാം കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ രാവിലെ തന്നെ ഞാനൊരു 5:30 ആയപ്പോഴാണ് ഞാൻ തുറന്ന് നോക്കുന്നത്. ഇപ്പോൾ രാവിലെ നേരത്തെ മോൾക്ക് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് നേരത്തെ എണീക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സമയമായപ്പോൾ തന്നെ നന്നായിട്ട് തന്നെ മാവ് പൊന്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഞാൻ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ഞാൻ പറഞ്ഞില്ല, ഞാൻ നേരത്തെ ഇട്ടിട്ടില്ല. ഞാൻ അല്ലാതെ മാവ് ചെയ്യുന്ന സമയത്ത് ഞാൻ അപ്പം തന്നെ മാവ് ആട്ടി വെക്കൂല, ആ ഒരു സമയത്ത് തന്നെ ഞാൻ ഉപ്പിട്ടൊക്കെ കൊടുക്കലുണ്ട് കേട്ടോ. ഇപ്പം ഞാനിതിൽ മാവ് രാവിലെയാണ് ഉപ്പിട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് ഞാൻ ഒരു ഇതിൽ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ ഒരു ഇൻസ്റ്റൻ്റെ ഒരു പേജിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ അതിൽ ഈസ്റ്റോ ഒന്നും ഇട്ടിട്ട് ഞാൻ അതിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത്, എന്തൊക്കെ ഈസ്റ്റോ അതോ അപ്പസോഡോ എന്തെങ്കിലുമൊക്കെ വേണോ ഇത്രത്തോളം പൊന്താൻ വേണ്ടിയിട്ട് ഇതൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും അതിന് റിപ്ലൈ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഏതായാലും ഞാൻ ഈ ഒരു രീതിയിലാണ് ചുട്ടെടുക്കുന്നത് കേട്ടോ. അപ്പോൾ കണ്ടതിൻ്റെ ആ ഒരു ഇത് കണ്ടോ, ഞാൻ വെള്ളമൊക്കെ കറക്റ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഇഡ്ഡലി തട്ടെടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയോ നെയ്യോ ഓയിലോ നല്ലെണ്ണയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ തടവി കൊടുക്കുമല്ലോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വെക്കുക. ചില ആളുകൾ സിലിക്കോണിൻ്റെ ഒരു ഇതുണ്ടല്ലോ, കപ്പ് പോലെ, അത് വെച്ചിട്ടും ചെയ്യും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ തൽക്കാലം ഞാനിങ്ങനെ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഞാൻ അങ്ങനെ മൊത്തം എല്ലാ ബ്രഷ് വെച്ചും കണ്ടല്ല അതിലങ്ങനെ തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഓരോ തട്ടിലും ഓരോന്നാക്കിയാണ്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാം. അപ്പം ഞാനിത് ഫസ്റ്റ് ടൈമാണ് ചെയ്യണത്. എന്തായാലും ഞാൻ കഴിച്ച് നോക്കിയിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു രീതി ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. പണ്ട് നല്ല ഈ അടുത്ത കാലത്തൊക്കെ തന്നെ ഞാൻ ഇഡ്ഡലിക്കൊക്കെ മാവ് കൂട്ടുന്ന സമയത്ത് പച്ചരി വെള്ളത്തിലിട്ട് ഉഴുന്ന് വെള്ളത്തിലിട്ട് അങ്ങനെയൊക്കെ റിസ്ക് എടുത്ത്, കുറച്ച് റിസ്ക് ഉണ്ടല്ലോ പച്ചരി കാട്ടിയെടുക്കാൻ റിസ്ക് ഉണ്ട്. ഇപ്പം നമുക്ക് പച്ചരി ആട്ടണ്ടെന്നുള്ളൂ. അതിലേക്ക് ഈസ്റ്റും അപ്പസോഡ അങ്ങനത്തെ സംഭവങ്ങളൊന്നും കൂട്ടണ്ട. പുട്ടും പൊടി നേരിട്ടേക്ക് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു കണക്കിന് നമ്മൾ പുട്ടും പൊടി നനച്ചിട്ട് അതിലേക്ക് പുട്ടും പൊടിയിൽ വെള്ളം ഒഴിച്ച് ഇളക്കി വെച്ചിട്ട് അതിലേക്ക് ഈ മാവ് ഒഴിക്കണതാവും നല്ലത് കേട്ടോ. ഇല്ലെങ്കിൽ കൈ വെച്ച് ഇങ്ങനെ ഇളക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട്, ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ കട്ടടച്ച് ഇങ്ങനെ എടുക്കണ്ടേ, അതുകൊണ്ട് കേട്ടോ പറഞ്ഞത്. അല്ലെങ്കിൽ മിക്സിയിൽ അടിച്ചാൽ എന്താണെന്നുള്ളത് എനിക്കറിയില്ല. ഇനി ചെയ്യുമ്പോൾ മിക്സിയിലൊന്ന് അടിച്ച് നോക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചുകൊണ്ട് പുട്ടും പൊടിയും കൂടി തമ്മിൽ മിക്സ് ആക്കിയാണ്ടൊന്ന് അടിച്ച് നോക്കണം. അപ്പോൾ ഏതായാലും അങ്ങനെ ഞാനിങ്ങനെ കുറച്ച് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ.
പിന്നെ ഇതിൻ്റെ വേവ് എന്ന് ചോദിച്ചാൽ സാധാരണ ഞാൻ പിന്നെ ഇഡ്ഡലി വെക്കണേക്കാട്ടിലും കുറച്ചുകൂടി സമയം വെച്ചിട്ടുണ്ട്. അത് എന്താ ഇനി വേഗാതെ വന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. എന്തായാലും വെന്തൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല കട്ടിയിൽ നല്ല പിന്നെ എന്താ പറയുക, ഖുഷ്ബു ഇഡ്ഡലി എന്നൊക്കെ പറയണ പോലെ നല്ല പിന്നെ ഉഷാറായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ പിന്നെ 3 തട്ടിൽ നിറച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. പിന്നെ ഇതിലേക്ക് ചട്നിയോ അല്ലെങ്കിൽ നമ്മൾ കടലക്കറി അങ്ങനെ ഞാൻ ഏതായാലും ചട്നിയാണ് ഉണ്ടാക്കിയിട്ട് പിന്നെ രാത്രിക്കത്തെ മീൻ കറിയും ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം കുറച്ച് ചട്നിയും കൂടി ചെയ്ത് വെച്ചു എന്നുള്ളൂ. അങ്ങനെ നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. വെള്ളമൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ആവി കയറ്റാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഞാൻ ആവി കയറ്റി എടുത്തു. അപ്പോൾ ഒരു തട്ടത്ത് ഞാൻ തട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതും പിന്നെ ഇങ്ങനെ തട്ടി കൊടുക്കുന്നുണ്ട്. എന്തായാലും വല്ലാതെ ഒട്ടി പിടിക്കണമൊന്നുമില്ല. സ്പൂൺ കൊണ്ട് ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ കിട്ടുന്നുണ്ട്. മറ്റേത് ഞാൻ എന്താ പറയുക, പച്ചരിക്ക് വെച്ച് ചെയ്യുന്ന സമയത്ത് അടിയിൽ അങ്ങനെ പിന്നെ ഒട്ടി പിടിച്ചത് ഞാൻ ചുരണ്ടിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അങ്ങനെ നല്ല ഉഷാറായിട്ട് തന്നെ വന്നിട്ടുണ്ട് നമ്മൾ ഇഡ്ഡലിയൊക്കെ. അപ്പോൾ എന്തായാലും ഈ ഒരു പിന്നെ ഐഡിയ എനിക്ക് ഇഷ്ടപ്പെട്ടു, പുട്ടുംപൊടി വെച്ചിട്ട് ചെയ്യണത്. പക്ഷെ നമ്മൾ ഉഴുന്ന് കുറച്ച് രാവിലെ വെള്ളത്തിൽ ഇടണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പം ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു.